ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സാം ഡേയ്സ് ഇൻ മൈ ലൈഫാണ്. അതായത് നാളെ, അതായത് 22 എൻ്റെ ഫൈനൽ ഇയർ ലാസ്റ്റ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫൈനൽ ഇയറിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാംസ്. അപ്പോൾ ഞങ്ങൾ 4 സബ്ജക്റ്റാണ് ഉള്ളത്. പ്രസൻറ്റേഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞു. ഞാൻ ആക്ച്വലി പ്രസൻറ്റേഷനും കൂടി വ്ളോഗ് എടുക്കുന്നത് വിചാരിച്ചതാണ്. പക്ഷേ അന്നത്തെ ദിവസത്തെ എൻ്റെ ടെൻഷൻ കാരണം എനിക്ക് ഒന്നും വ്ളോഗ് എടുക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ടെൻഷനായിരുന്നു. എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു 4 സബ്ജക്റ്റും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വ്ളോഗായിട്ട് എടുക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 21 ആണ്. അപ്പോൾ കുറച്ച് ദിവസം സ്റ്റഡി ലീവ് കിട്ടിയുള്ളൂ. പിന്നെ ഫെയർവെൽ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പോയി. അതുകൊണ്ട് കുറച്ച് ദിവസം നമുക്ക് സ്റ്റഡി ലീവ് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഒന്നും ആയിട്ടില്ല, എന്താ പറയുക, 3 മൊഡ്യൂൾ എന്തുമാണ് ആയിട്ടുള്ളൂ. പിന്നെ 2 മൊഡ്യൂളും കൂടി ഇന്ന് നോക്കണം. എന്നിട്ട് മറ്റേത് ഒന്നും കൂടി വായിച്ച് നോക്കണം. കാരണം പഠിച്ച സാധനം ലൈക്ക് നാളത്തെ മിക്കതും തിയറി സബ്ജക്റ്റാണ്, ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്. അപ്പോൾ പഠിച്ചതൊന്നും ലൈക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഒന്നുകൂടി വായിച്ചൊക്കെ നോക്കണം. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ഞാനിപ്പോൾ അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ പോയി വന്നിട്ട് നമുക്ക് വീണ്ടും പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നു, ഡ്രസ്സൊക്കെ മാറി. ഇപ്പോൾ സമയം 8:30. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:30 തന്നെ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പഠിച്ചിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും. എനിക്ക് അത്യാവശ്യം വിശക്കണൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ച് കുറച്ച് പഠിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന്. കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഫോണൊക്കെ എടുത്ത് കുറേ എന്താ പറയുക യൂട്യൂബൊക്കെ കണ്ടിട്ടൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇത്തിരി സമയം പോകും. അപ്പോൾ ഞാൻ വെച്ച് കുറച്ചൊന്നായിട്ടൊരു 9:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ്. ഞാനിവിടെ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് നോട്ട്സൊക്കെ എടുക്കാം. ഞാൻ പഠിക്കുന്ന മൊഡ്യൂൾ 4 ആണ്. അതിൽ ഞാൻ രാവിലെ അമ്പലത്തിൽ പോകണമെങ്കിൽ കുറച്ച് നോക്കിയിട്ടോ. എത്രയാണോ നോക്കിയേ? ഇനിയും ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് ആക്ച്വലി എത്ര പേജ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, 86 പേജസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ 14th പേജ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 4 പഠിക്കേണ്ടി വരും തീരണമെങ്കിൽ. പഠിക്കട്ടെ. ബിറ്റ്വീൻ ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം സമയം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു ഒരു 9:30-10 മണി ആയപ്പോൾ. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം ഇന്നാണ് കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളൊരു ടെൻഡൻസി കൂടെ. കാരണം ഇന്നലെ വരെ ഞാൻ കുറച്ച് പഠിക്കും, പിന്നെ കുറച്ച് നേരം വെറുതെ ഇരിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല. കാരണം നാളെയാണ് എക്സാം. അപ്പോൾ എനിക്ക് പഠിക്കണം. അതുകൊണ്ട് ഞാൻ 11:30 വരെ ഇരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും പഠിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ ഇവിടെ കേക്ക് ഉണ്ടായിരുന്നു, കപ്പ് കേക്ക് ഉണ്ട്, അത് കഴിക്കുകയാണ്. അത് കഴിച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇന്നാണ് വീഡിയോ എടുക്കണം. ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, പഠിക്കണതിൻ്റെ തിരക്കിലായി പോയി. അപ്പോൾ ഇന്ന് എക്സാം കഴിഞ്ഞ് വന്നു. ഇപ്പോൾ സമയം 1:45 ഇപ്പോഴാണ് എത്തിയത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. എന്നിട്ട് ഇന്ന് പഠിക്കാൻ വെക്കാറുണ്ടാവും എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇന്ന് റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഇന്നത്തെ എക്സാം അത്മസുഖമൊന്നും ഉണ്ടായില്ല, വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പാർട്ട് A കുറച്ച് പാടായിരുന്നു, ബാക്കിയൊക്കെ എന്തൊക്കെയോ എഴുതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. നല്ലോണം വിശക്കുന്നുണ്ട്. രാവിലെ 7:00 ഫുഡ് കഴിച്ചതാണ്. കഴിക്കാം. ചോറും മീൻ വറുത്തതുമാണ്. ഞാൻ നമ്മുടെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് വന്ന ദിവസം കണ്ടതാണ്. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും പഠിച്ചില്ല. ഞാൻ പിറ്റേ ദിവസം മുതലാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാനെന്തോ വ്ളോഗ് എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ 25th ആണ്. 27th അടുത്ത എക്സാം, സോഫ്റ്റ് കമ്പ്യൂട്ടിങ്. അപ്പോൾ ഞാൻ പഠിച്ച് കുറച്ചൊക്കെ ആയി, ഇച്ചിരി പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു. രാത്രിയാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. ഇത്രയും നേരം ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യമേ മറന്നുപോയി. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഇനിയും ഇന്ന് ഞാനൊരു 9:30-10 മണിയൊക്കെ വരെ പഠിക്കുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് 10 മണി കഴിഞ്ഞ് എൻ്റെ തലയിലേക്ക് ഒന്നും കയറില്ല എന്നുള്ള കാര്യം. എന്നാൽ കുറച്ച് നേരം പഠിച്ചു, കുറച്ച് രാവിലെ മുതൽ പഠിച്ചു. പിന്നെ ഒരു 9:30-10 മണിയൊക്കെ വരെ പഠിക്കുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കണേന്ന് പറയാമെന്ന് വിചാരിച്ചു. അതും കൂടി ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുന്ന ആളല്ല. അപ്പോൾ മിസ്സുമാർ വല്ല ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും പറയാനാണെങ്കിൽ അന്ന് വന്നിട്ടിരുന്ന് പഠിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അല്ലാതെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് എല്ലാ ദിവസവും ഇരുന്ന് പഠിച്ച് ഒരു റൊട്ടീൻ അങ്ങനെ പോകുന്ന ഒരാളെ അല്ല ഞാൻ. അത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും അങ്ങനെയല്ലായിരുന്നു. വല്ല ടെസ്റ്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ വല്ല ക്വസ്റ്റ്യൻ ചോദിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഇരുന്ന് പഠിക്കും. അല്ലാത്ത സമയത്ത് ഞാൻ എക്സാമിൻ്റെ സമയത്ത് മാത്രമാണ് നോക്കാറുള്ളൂ. ഇപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ സമയത്താണെങ്കിൽ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി ലീവ് കിട്ടുമല്ലോ. അപ്പോൾ ആ സ്റ്റഡി ലീവിൻ്റെ സമയത്തിരുന്ന് പഠിക്കും. അതുപോലെ തന്നെ തലേ ദിവസമൊക്കെയാണ് പിന്നെ അത് ഭയങ്കരമായിട്ട് ഇരുന്ന് പഠിക്കും, അങ്ങനെയാണ്. എന്നാലും തലേ ദിവസം ഇരുന്ന് പഠിക്കുമ്പോൾ ഇപ്പോൾ കുറേ പേരൊക്കെ തലേ ദിവസം ഇരുന്ന് പഠിക്കുമ്പോൾ ഉറക്കൊളിച്ചിരുന്ന് രാത്രി 12 മണി 2 മണിയൊക്കെ ഇരിക്കും. എന്നിട്ട് വെളുപ്പിന് വീണ്ടും എനിക്കും. ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, അങ്ങനെ പഠിക്കുന്നവർ. അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കത് ഒട്ടും പറ്റില്ല. കാരണം എൻ്റെ തലയിൽ 10 മണി കഴിഞ്ഞാൽ ഒന്നും ഇരിക്കില്ല. അപ്പോൾ
എനിക്ക് അത് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കാനാണെങ്കിൽ പിന്നെയും പറ്റും, എന്നാലും ഞാനതിന് മെനക്കെടാറില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ലെങ്കിൽ രാവിലെ എണീക്കണം എന്നൊക്കെ വെച്ചാൽ ഞാൻ എണീറ്റ് പഠിക്കും. അല്ലാതെ നോക്കുവാണെങ്കിൽ രാത്രി എനിക്കിരിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. ഒരു മിനിറ്റ്, എന്തോ നോട്ടിഫിക്കേഷൻ വന്നു, അതാണ് വെച്ച്. ഓക്കെ, അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അതായത് സ്റ്റഡി ലീവിൻ്റെ സമയത്ത് പഠിക്കുക, അതാണിത്. ഇപ്പോൾ കോളേജിൽ വന്നപ്പോഴും അതുപോലെ തന്നെയാണ്. ലൈക്ക് ഒന്നും ഞാൻ ബുക്ക് തുറന്നേ നോക്കാറില്ല. പ്രത്യേകിച്ച് ഫൈനൽ ഇയർ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മിസ്സുമാർ ടെസ്റ്റും വെക്കാറില്ല, പിന്നെന്താ പറയുക, ഇത് വെക്കാറില്ല, ക്വസ്റ്റ്യൻ ചോദിക്കൽ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. കോളേജിൽ പൊതുവെ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കലൊക്കെ കുറവാണ്. പക്ഷെ എന്നാൽ ചില ടീച്ചേഴ്സ് ചോദിക്കും. പക്ഷെ ഫൈനൽ ഇയർ ആകുമ്പോൾ ആരും ഒന്നും അങ്ങനെ ചോദിക്കൊന്നുമില്ല. അപ്പം നമ്മൾ ഇവിടെ വരാം, ബുക്ക് എടുത്ത് അടച്ച് ബാഗ് പോലും ഞാൻ അങ്ങനെ തുറക്കാറില്ല. അങ്ങനെയാണ് കാര്യം. ജേർണൽ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇതുപോലെ നല്ലോണം പഠിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വരുമ്പോൾ സ്റ്റഡി ലീവ് ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ ഉഴപ്പും. പിന്നെ ഒരു 5 ദിവസമൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പഠിച്ചു തുടങ്ങാറ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ അധികം സ്റ്റഡി ലീവ് ഒന്നും കിട്ടിയില്ല, അങ്ങനെ വെറുതെ ഇരിക്കാൻ. അപ്പോൾ നമ്മൾ പഠിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനല്ല, കുറച്ചായി. അപ്പോൾ മൺഡേ ഉള്ള എക്സാം എന്ന് പറയുന്നത് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ആണ്. ഇപ്പം ഞങ്ങൾക്ക് 4 സബ്ജക്റ്റാണ് ഉള്ളത്: ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ കംപ്രഷൻ, അതുപോലെ തന്നെ ബയോ ഇൻഫോർമാറ്റിക്സ്. ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് മാത്രമാണ് നമ്മുടെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ളൂ. അറിയാത്തവർക്ക് വേണ്ടി പറയാനാണ്, ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത്. ഇപ്പോൾ ഫൈനൽ ഇയർ ആയി, ഇപ്പോൾ കോഴ്സ് തീരും. അപ്പോൾ ഫൈനൽ ഇയർ നമുക്ക് 4 സബ്ജക്റ്റേ ഉള്ളൂ. പിന്നെ 3 സബ്ജക്റ്റുകൾ എലക്റ്റീവ് ആണ്. അതിനകത്ത് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എല്ലാവരും എടുത്തേക്കുന്ന എലക്റ്റീവ്, ലൈക്ക് ഞങ്ങളുടെ കോളേജ് ഓപ്റ്റ് ചെയ്തേക്കുന്ന എലക്റ്റീവ് അതാണ്. ബാക്കി ഡേറ്റ കംപ്രഷനും ബയോ ഇൻഫോർമാറ്റിക്സും ലൈക്ക് ഞാൻ എടുത്തേക്കുന്ന എലക്റ്റീവ് ആണ്. അതായത് നമുക്ക് ചൂസ് ചെയ്യാം ആർക്ക് ഏതൊക്കെ വേണമെന്ന്. അപ്പോൾ ഞാൻ ഇത് രണ്ടുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിന് ഞാൻ മൊഡ്യൂൾ 1 ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. പിന്നെ മൊഡ്യൂൾ 2 ഞാൻ വിട്ടേക്കായിരുന്നു. പിന്നെ 3ഉം 4ഉം ഞാൻ ഇന്നലെ നോക്കി. അപ്പോൾ നോക്കിയെന്ന് വെച്ചാൽ എനിക്ക് നാളെ അത് ഒന്നും കൂടി ഇരുന്ന് നോക്കേണ്ടി വരും. ചിലപ്പോൾ ഞാൻ മറന്നു വെച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം നിലവിൽ എൻ്റെ ഒരു അവസ്ഥ പറയാണ്. പിന്നെ മൊഡ്യൂൾ 5 നോക്കണം. മൊഡ്യൂൾ 5 കുറച്ചുകൂടി തിയറി ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതും കുറച്ച് നോക്കാനുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം ഇരുന്ന് ആ മൊഡ്യൂൾ 2 തീർക്കാമെന്ന്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് തിയറിയും പക്ഷെ കൂടുതൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിരുന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഒരു കേസ് പറയാനാണെങ്കിൽ, ഞാൻ എല്ലാ സബ്ജക്റ്റും വായിച്ച് പഠിക്കുന്ന ഒരാളാണ്. എഴുതി പഠിക്കാനൊക്കെ ഞാൻ വിചാരിക്കും, എന്നിട്ട് ഞാൻ ചിലപ്പോൾ സ്റ്റാർട്ടും ചെയ്യും എഴുതി പഠിക്കാൻ. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുമ്പോൾ അത്ര സമയം അങ്ങനെ പോകുള്ളൂ. അപ്പോൾ ഞാൻ വായിച്ചു പഠിക്കുമ്പോൾ അതിൻ്റെ തലയിൽ കയറും. അപ്പോൾ നമുക്ക് ഇരുന്ന് പഠിക്കാം. അപ്പോൾ കുറച്ച് ഞാൻ നോട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോണിൽ നോക്കിയിട്ടാണ് പഠിക്കുക. അപ്പോൾ ഞാൻ ഫോൺ ചിലപ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ് ഇങ്ങനെയാണ് ഞാൻ പഠിക്കണേന്ന്. കാരണം ഞാൻ എല്ലാത്തിനും ഒന്നും നോട്ട് എഴുതില്ല. പക്ഷേ പൊതുവെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ എനിക്ക് നോട്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം ഇൻ ദ സെൻസ് എനിക്ക് അങ്ങനെ എഴുതിയിട്ട് പഠിക്കാനാണ് കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ ഞാൻ കഴിഞ്ഞ എക്സാം ഉണ്ടായില്ലേ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, അതിൻ്റെ ഒരു നോട്ട് ഞാൻ ഇതേവരെ എഴുതിയിട്ടില്ല. അതിൻ്റെ ഇത് കാണിച്ചു തരാട്ടോ. ഞാൻ ഒരു പേജാണ് ഞാൻ ആകെ എഴുതിയേക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു നോട്ട്ബുക്കാണ് എടുത്തേക്കുന്നത് കേട്ടോ, മറ്റേ 6 സബ്ജക്റ്റിൻ്റെ നോട്ട്ബുക്ക്. അപ്പം എല്ലാം ഇത് തന്നെ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് എടുത്തേക്കുന്നത്. കഴിഞ്ഞ സബ്ജക്റ്റ് ആകെ ഞാൻ എഴുതിയത് ഒരു പേജാണ്, വേറെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ സോഫ്റ്റ് കമ്പ്യൂട്ടിങ് ഞാൻ എന്താ പറയുക കുറച്ച് എഴുതിയിട്ടുണ്ട്. അത് മിസ് ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കും. അപ്പോൾ അത് കുറേ എഴുതും. പിന്നെ കുറച്ച് തിയറി ഞാനായിട്ട് എഴുതും. എനിക്ക് പൊതുവേ എഴുതി ലൈക്ക് ലെക്ചർ നോട്ട് എഴുതിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, എനിക്ക് അങ്ങനെ എഴുതുമ്പോൾ ലൈക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ച് എഴുതുമ്പോൾ ലൈക്ക് കുറച്ചൊക്കെ കേട്ട് ശ്രദ്ധിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില ടീച്ചേഴ്സ് പറയും എഴുതണ്ട, അങ്ങനത്തെ കേസ് വരുമ്പോൾ ഞാൻ എഴുതാറില്ല. അപ്പോൾ എനിക്ക് എഴുതലാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. കാരണം ഞാൻ പറയില്ല, ഞാൻ വീട്ടിൽ വന്ന് ഒന്നും നോക്കില്ല. അപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് ശ്രദ്ധിക്കലേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് തലയിൽ കുറച്ചുകൂടി കയറണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടാൽ അങ്ങനെ കയറും. സിമ്പിൾ കാര്യമായിരിക്കും, പക്ഷെ മിസ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി തലയിൽ കയറും. അപ്പോൾ ഞാനിത് കുറേ പേർക്ക് ടിപ്പായിട്ട് പറഞ്ഞുതരാണ്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മളിങ്ങനെ ഇപ്പം നമ്മൾ എഴുതി വായിച്ച് പഠിക്കുന്നതൊക്കെ ഓരോരോ ഇഷ്ടം. പക്ഷെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മിസ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എഴുതാം. അതായത് മിസ് ചിലപ്പോൾ കുറേ ഇങ്ങനെ പറഞ്ഞു, അപ്പം നമുക്ക് അതിൽ നിന്ന് എന്താണോ മനസ്സിലാവുന്നത്, കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ അത് ഓർത്തിരിക്കാനൊക്കെ എളുപ്പം. അപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതൊരു നല്ലൊരു ടിപ്പാണ്. കാരണം ചിലപ്പോൾ ഇനിയിപ്പോൾ നോട്ട് എടുത്തിട്ടായാലും ചില വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ നോട്ട് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്നതാണ് കാര്യം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആ ക്ലാസ്സിൽ അതെടുത്തത് നമ്മൾ ഓർക്കും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് തോന്നിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പം അതാണ് ഗൈസ്. ഇപ്പം സമയം 3 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ബുക്ക് തുറക്കുന്നത്. ഇന്ന് സൺഡേ ആണ്, നാളെ മൺഡേ ആണ്, നാളെയാണ് എക്സാം. ഞാൻ ഇപ്പോഴാണ് ബുക്ക് എടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ കസിൻ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയേക്കായിരുന്നു. അവിടെ നിന്ന് വന്നപ്പോഴേക്കും ലേറ്റായി. പിന്നെ ഇപ്പം വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. ഇപ്പോഴാണ് ഞാൻ ബുക്ക് എടുക്കണത്. ഇപ്പോഴെങ്കിലും ബുക്ക് എടുത്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്കിനി പഠിച്ചു തുടങ്ങാം. അപ്പം മിക്കവാറും ഇനി ഞാൻ ചിലപ്പോൾ രാത്രി ആയിരിക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും കേട്ടോ വീഡിയോയിൽ വരാം. പിന്നെ
അപ്പം നമ്മുടെ ഇന്നത്തെ എക്സാം കഴിഞ്ഞു. സോഫ്റ്റ് കമ്പ്യൂട്ടിങ് എങ്ങനെയുണ്ടായി? കുഴപ്പമില്ലായിരുന്നു, കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു. അവിടുന്ന് ആൾക്കാർ നോക്കും. ഗീസ് കുഴപ്പമുണ്ടായില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ എക്സാമിനേക്കാളും ഭേദമായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ രാവിലെ തുടങ്ങി ബസ്സിൽ കയറണം തുടങ്ങി ഫുൾ കോളേജിലെ കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ആ ഒരു ടെൻഷനിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എക്സാം കഴിഞ്ഞിട്ടാണ് എടുക്കണത്. 12 വരെയായിരുന്നു എക്സാം. ഇപ്പം എത്ര മണി? 12:28. ഞാനൊരു 12:20 ആയപ്പോൾ ഇറങ്ങി. ഞാൻ 12:15 ഇറങ്ങി. അപ്പോൾ നമുക്കിനി വിശേഷങ്ങൾ കാണാം. ചാർജില്ലേ? അപ്പോൾ നമ്മൾ അടുത്ത എക്സാമിന് പഠിക്കുകയാണ്. എനിക്ക് ഇന്നലെ ദിവസമൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇന്നലെ എനിക്ക് മര്യാദയ്ക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അതിന് ഞാൻ രാത്രി വന്നിട്ടാണ് എന്തൊക്കെയോ നോക്കിയത്. ഇപ്പം നിലവിൽ എൻ്റെ ഒരു മൊഡ്യൂൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനി ബാക്കി 4 മൊഡ്യൂൾ എനിക്ക് ഇന്ന് നോക്കണം, കാരണം നാളെയാണ് എക്സാം. അപ്പോൾ നമുക്ക് പഠിക്കാം. തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഞാൻ പെട്ടെന്ന് ഈ വ്ളോഗ് എടുക്കുന്ന കാര്യം അങ്ങോട്ട് വിട്ടുപോയി. പിന്നെ പെട്ടെന്ന് ഓർക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ചുമ്മാ എടുക്കണേ. അപ്പോൾ നമുക്ക് പഠിക്കാം. ഞാൻ കൂടുതൽ പിന്നെ ഈ പഠിക്കുന്നത് ഇന്ന് കാണിക്കാത്തത് ഞാൻ ഫോണിൽ നോക്കിയാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്ക് ലാപ്ടോപ്പ് നോക്കി പഠിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഉണ്ട്, അത് തിന്നാം, എന്നിട്ട് പഠിക്കാം. എനിക്കിങ്ങനെ സ്റ്റഡി ലീവിനൊക്കെ ഇരിക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിശക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോയി എടുക്കുക, തിന്നാ, കഴിക്കും, എന്നിട്ട് പഠിക്കും. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 5 മണിയായി. അപ്പോൾ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നു. നമുക്ക് പഠിക്കാം. ഇന്ന് എക്സാമിൻ്റെ ഡേറ്റ കംപ്രഷൻ. ഇന്നത്തെ എക്സാമിന് നമുക്ക് 2 ദിവസം സ്റ്റഡിയിലേ പറ്റുള്ളൂ. അതിനും എനിക്ക് ഒരു ദിവസം വരെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഇന്നത്തെ എക്സാം കുറച്ച് നല്ല ടെൻഷനാവുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം പഠിക്കാം. കുറച്ചൊരു നേരത്തെ എനിക്കെന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ നടക്കില്ല. നമുക്ക് പഠിക്കാം. എൻ്റെ ശബ്ദമൊക്കെ ശരിയാവണുള്ളൂ. രാവിലെ എണീറ്റതിൻ്റെ ഒരു പ്രശ്നമാണ്. പഠിച്ചാ സെറ്റല്ലേ? എസ് അല്ലേ ഗൈസ്? ഇന്ന് ജൂൺ 2. ഇപ്പം സമയം രാത്രി 10 മണി കഴിഞ്ഞു. അപ്പോൾ നാളെ ജൂൺ 3 എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് എക്സാം. ഫൈനൽ ഇയർ ബിടെക്, അതായത് S8ൻ്റെ ലാസ്റ്റ് എക്സാമാണ് നാളെ. എന്താ പറയുക, ഇതും കൂടി കഴിഞ്ഞ ഒന്നുമില്ല. അപ്പോൾ പ്രോബബ്ലി ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് നൈറ്റ് ഓഫ് സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനങ്ങനെ കൂടുതൽ രാത്രി ഇരുന്ന് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് രാത്രികൾ അങ്ങനെ അധികം ഓർമ്മയിലില്ല, പഠിച്ചിട്ടുള്ള രാത്രികൾ. അപ്പോൾ ഇന്നിപ്പോൾ സമയം 10 മണിയായി. എനിക്ക് എന്താ പറയുക, ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോസ്. കാരണം ഞാൻ നല്ല തിരക്കിലായിരുന്നു. എനിക്കിപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ലൈക്ക് ഇന്നലെയായിരുന്നു പരിപാടി. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ എന്താ പറയുക, ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമുക്ക് പഠിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഫുൾ ടയേർഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ആണെങ്കിലും രാവിലെ മോർണിംഗ് ഞാൻ മേക്കപ്പിന് പോയി. പിന്നെ ഞാൻ രാത്രിയാണ് വന്നത് 12 മണി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല ഇന്നലത്തെ ദിവസം. മിനിഞ്ഞാന്നത്തെ ദിവസം ഞാൻ കുറച്ച് പഠിച്ചോളൂ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോഴും ലേറ്റായി. 8 മണി കഴിഞ്ഞ് ഞാൻ നേരത്തെ എണീക്കുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നല്ല ലേറ്റായിട്ട് കിടക്കണോണ്ട് നമുക്ക് രാവിലെ എണീക്കാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ വന്ന് 8:30 ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ ഒന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ രാവിലെയൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിരുന്നു. കാരണം എൻ്റെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചത് തന്നെ ഒരു 3 മണി ഒക്കെ സമയത്താണ് ഞാൻ ഉച്ചക്കലത്തെ ഫുഡ് തന്നെ കഴിച്ചത്. രാവിലെ ഒന്നും കഴിച്ചിട്ടായിരുന്നു. ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിരുന്നു. കാരണം ഇങ്ങനെ ഇത്ര ടെൻഷൻ അടിച്ചിട്ടില്ല. ലാസ്റ്റ് എക്സാം കൊണ്ട് കൊളാക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ലാസ്റ്റത്തെ എക്സാമാണ്, അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. പക്ഷെ നല്ല പേടിയാവുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് എൻ്റെ ലാസ്റ്റ് എക്സാമാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ ഞാൻ കോളേജിലേക്ക് പോവാണ്. അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് കോളേജാണ്. ഭയങ്കര വിഷമമുണ്ട്, കാരണം ഇനി നമുക്ക് കോളേജിലേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റായിട്ട് എൻ്റെ യൂണിഫോമൊക്കെ ഇടാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചവരെയുള്ള എക്സാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചു വരാറുണ്ട്. ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് വിചാരിച്ചു കോളേജിലിരിക്കുകയാണ്. പിന്നെ ഇനി അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ വേഗം പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എക്സാം കഴിഞ്ഞു. എക്സാം കുറച്ച് പാടായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര പാടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? പാടായിരുന്നു ഗൈസ്.
സാന്ദ്ര എക്സാം എങ്ങനെയുണ്ടായി? പാടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പം എനിക്ക് സമാധാനമായി. ഇത് കാണുമ്പോൾ എൻ്റെ വീട്ടുകാർക്കൊരു സമാധാനമാവും. എല്ലാവർക്കും പാടായിരുന്നുകൊണ്ട് നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഗൈസ് നമ്മുടെ ലാസ്റ്റ് എന്താ പറയുക, ലാസ്റ്റത്തെ ലഞ്ചാണ് കോളേജിൽ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് കോളേജിൽ നിന്ന് വ്ളോഗ് എടുക്കാൻ. ഇല്ല, നമ്മൾ 11-ാം തീയതി വരും. അപ്പം നമ്മൾ വ്ളോഗ് എടുക്കും. ഇനി യൂട്യൂബിൽ അവരെങ്ങനെ കയറും? നമ്മൾ കറങ്ങാനൊക്കെ പോകും. അപ്പം നമ്മൾ കാണും, യൂട്യൂബിൽ കാണാം. ഞാനുണ്ടാവും വൈഷ്ണയുടെ യൂട്യൂബിൽ. വൈഷ്ണവ് ബാംഗ്ലൂർക്ക് വരും. അതെ അതെ, ഞങ്ങൾ ഫുൾ ഇനി പിരിയില്ല. അതെ, ഞങ്ങളെല്ലാവരും. പക്ഷെ അവരൊക്കെ കൊച്ചിയാണ് കേസ്, ഞാൻ മാത്രം ബാംഗ്ലൂർ. നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് മിസ്സുമാരെയൊക്കെ കാണാൻ പോയി. മിസ്സുമാരെയൊക്കെ കണ്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോന്നു. അതിനുശേഷം നമ്മൾ എന്താ പറയുക, ഒരു യൂഷ്വൽ ചടങ്ങാണല്ലോ നമ്മുടെ ഷർട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേര് എഴുതൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അവർ ഫ്രണ്ട്സൊക്കെ കൂടി എല്ലാവരും ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ എഴുതി ഓരോന്നൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അതാണ് കാണുന്നത്. അയ്യോ, വൈഷ്ണവിൻ്റെ കണ്ണീര് നിലത്ത് വീണ്. റോസിനെ എഴുതണ്ടേ? തെളിയില്ല കുട്ടി, മറ്റേ പേനെടുക്കും കുട്ടി. തെളിഞ്ഞ എൻ്റെ കൈ തെളിഞ്ഞ. എന്നിട്ട് നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ പോയി. ഞങ്ങളെല്ലാവരും ഇന്ന് അൽഫാമാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇതാണ് അൽഫാമും പൊറോട്ടയായിരുന്നു നമ്മുടെ ക്യാൻറ്റീനിൽ. നല്ല അൽഫാമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് അൽഫാം കഴിച്ചു. ഗൈസ്, ഞാൻ മാത്രം ആദ്യം കഴിച്ചു. ഗൈസ്, നമ്മൾ കോളേജൊക്കെ കാണാൻ പോവാൻ കൂടി ലാസ്റ്റായിട്ട്. ഇതാണ് ഗൈസ് ലൈബ്രറി. പോണേ സാന്ദ്രയുടെ ഫേവറേറ്റ് ക്ലാസ്സിലേക്ക് പോവാണ്. ക്ലാസ്സിലേക്ക് പോകും എന്നാലും ഗൈസ് സാന്ദ്രയുടെ ഫേവറേറ്റ് ക്ലാസ്സാണ് കേട്ടോ, MCAA. ഗൈസ്, ഞങ്ങളാണെങ്കിൽ ഇവിടെ 4 വർഷം പഠിച്ചിട്ട് ഇതുവരെ ഞങ്ങൾ കെമിസ്ട്രി ലാബ് കണ്ടിട്ടില്ല. കുറേ കണ്ടിട്ടില്ല. കെമിസ്ട്രി ലാബ് ഞങ്ങൾക്ക് ഓൺലൈനിലായിരുന്നു കെമിസ്ട്രി, അപ്പോൾ ലാബ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളാണെങ്കിൽ കെമിസ്ട്രി ലാബ് കാണാൻ പറ്റുമോ എന്നുള്ള പെർമിഷൻ ചോദിക്കാൻ പോവുകയാണ്. ഗൈസ്, ഞങ്ങൾ പെർമിഷനൊന്നും ചോദിച്ചില്ല കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഡോർ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവിടെ മിസ്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് തന്നെ കണ്ടു, കാരണം വിൻഡോസൊക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ പുറത്തുനിന്നൊക്കെ ഒന്ന് കണ്ടിട്ട് പോന്നു. ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, എന്നാലും ഒരു രസമല്ലേ ലാസ്റ്റായിട്ട്. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇരിക്കാറുള്ളത്. ലൈക്ക് വല്ല ബ്രേക്കോ അത് തന്നെ ഫ്രീ അവറൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് ഇരിക്കാറുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ. ഇവിടെ കുറേ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കും. എന്നിരിക്കാൻ പറ്റും, ഇങ്ങനെ എന്നിരിക്കാൻ പറ്റും. 11-ാം തീയതി വന്നിട്ട് സാന്ദ്ര കരയാണോ? ഇതിനല്ല കേട്ടോ ഗൈസ് കരയണേ, പ്രിന്റ് എടുക്കാനുള്ള മടി കൊണ്ട് കരയണതാ. നമ്മൾ അവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു നടന്നു കേട്ടോ. ഞങ്ങളിവിടെ റീൽസ് ഒക്കെ എടുക്കാറുള്ള സ്ഥലത്ത് ഗൈസ്, നിങ്ങൾ അവിടെ ഒരു ഷെഡ് കാണുന്നുണ്ടോ? അതിന്റെ പുറകിൽ നിന്നിട്ടാണ് ഞങ്ങൾ റീൽസ് എടുക്കാറ്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ പോവാൻ, ഞങ്ങൾ നാരങ്ങവെള്ളം കുടിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ പിരിയും. ഇപ്പോൾ മേ ബി ഇതായിരിക്കും കോളേജിലെ ലാസ്റ്റ് ബൈറ്റ്. നിങ്ങളൊന്നും വരണ്ട. നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ വേണോ? ഹായ് ഗൈസ്, ഇനി എന്തെങ്കിലും നമുക്ക് ഈ കോളേജിൽ വീണ്ടും വരുമ്പോൾ വ്ളോഗ് എടുക്കാം. സാന്ദ്ര ഇപ്പോൾ കരയും. ഇല്ല ഗൈസ്, നമ്മളിനി ഈ റോട്ടിൽ കൂടെ അവസാനമായി നടക്കുന്നു. ഗൈസ്, തിരിച്ചു നടക്കാതല്ല ഞാൻ പറഞ്ഞു, അങ്ങോട്ട് അവസാനമായിട്ടല്ലേ. വാങ്ങി തിരിച്ചു പോകുമ്പോൾ നടക്കണോ? വണ്ടി അടിച്ച് ചാവും ഇപ്പം അവസാനമായിട്ട്. അപ്പൊ കറക്റ്റാവും. ഗൈസ്, ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിക്കാൻ പോകാറുള്ളൊരു കടയുണ്ട് ഇവിടെ അടുത്ത്. അപ്പം നമ്മൾ അവിടേക്ക് പോവാണ് ലാസ്റ്റായിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം ഇത് തന്നെയായിരിക്കും ഞാനിവിടെ പോകണം.
എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? ചിയേഴ്സ് അടിക്കാൻ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ നാരങ്ങ വെള്ളം വന്നു. ഞാനും റോസും നാരങ്ങ വെള്ളം കുടിച്ചത്. ബാക്കി എല്ലാവരും എന്താ പറയുക സോഡയാണ് കേട്ടോ കുടിച്ചത്. എനിക്ക് സോഡ അത്ര ഇഷ്ടമല്ല, അതാണ്. പിന്നെ നമ്മൾ ജസ്വിനെ വിളിച്ചു. ജസ്വിൻ എൻ്റെ ക്ലാസ്സിലുള്ളതാണ്, നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. വ്ളോഗില് എന്തെങ്കിലും പറയാനുണ്ടോ? എടാ എന്തേലൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴേലൊക്കെ കാണുമോ? ഇനി നമ്മൾ എപ്പോഴേലൊക്കെ കാണുമോ? ഇപ്പൊ ഞങ്ങൾ നാരങ്ങളും കുടിക്കാൻ വന്നേക്കാം. വേം വാ. ആ നമ്മുടെ കോളേജിന്റെ ഓപ്പോസിറ്റ് ഉള്ള കടയിൽ. ഓക്കെ വേം വന്നോട്ടാ, വെയിറ്റ് ചെയ്തിരിക്കേ. ഇതൊക്കെ ഞാൻ വ്ളോഗിൽ ഇടൂട്ടാ. ഓക്കേടാ ശരി. പിന്നെ നമ്മൾ ഡിജിറ്റൽ ലൈബ്രറിയിൽ വന്നു. കുറച്ച് നേരം കമ്പ്യൂട്ടറൊക്കെ നോക്കിയിരുന്ന് പിന്നെ വീണ്ടും തിരിച്ച് താഴോട്ട് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ ബസ് പേയിലിരുന്നപ്പോൾ സ്മേര, വൈശാഖ്, നവനീത്, സമന്യ അവരൊക്കെ വന്നിട്ടുണ്ടായി. അപ്പം നമ്മളിത് അവരും എഴുതാണ് കേട്ടോ. സ്മേരയാണ് ഇപ്പോൾ എഴുതണേ, ബാക്കിയുള്ളവർ എഴുതണേനൊന്നും വീഡിയോ എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എഴുതാണ്. പിന്നെ നമ്മൾ അവരോടും ബൈ ബൈ പറഞ്ഞു. അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഹായ് ബൈ. ഇതാണ് കേട്ടോ വൈശാഖ്. അപ്പുറത്തിരിക്കുന്നത് സമന്വയ്. വൈശാഖ് ഒക്കെ നേരത്തെ എൻ്റെ വ്ളോഗിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ടോപ്പറാണ്. എന്തേലും പറയൂ, എങ്ങനെയാണ് നീ ടോപ്പറായേ? അങ്ങനെ ഞാൻ സ്ഥിരമായി ഉണ്ണിമായ ബ്ലോഗ്സ് കാണാറുണ്ട്. എന്നിട്ട് അതിൽ വരുന്ന ടിപ്സ് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. വെൽ ഡൺ മൈ ബോയ്. താങ്ക് യു. ഇനിയും ഇതുപോലെ പഠിച്ച് മുന്നോട്ട് വളരാം. എന്തായാലും തീർച്ചയായും ഉണ്ണിമായ ബ്ലോഗ്സ് എന്ന് വരെ ഉണ്ടോ അന്ന് വരെ ഞാൻ പഠിക്കുന്നു. ഞാൻ നിർത്തില്ല. ഉണ്ണിമായ കമന്റ് ഞാൻ നിർത്തും. നമ്മുടെ ക്ലാസ് സെക്കൻഡ് ടോപ്പർ, നിനക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പണ്ടൊന്നും മര്യാദയ്ക്ക് പഠിക്കാനുണ്ടായിരുന്നില്ല. ഐശ്വര്യമണി മണിചന്ദ്രമാല ചോദിച്ചു അവന്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ ഉണ്ണിമായ ബ്ലോഗ്സ് ആണ് രഹസ്യം എന്ന്. അന്ന് തൊട്ട് ഞാൻ ഉണ്ണിമായ ബ്ലോഗ്സ് ഫോളോ ചെയ്താണ് സെക്കൻഡ് എത്തിയത്. തോപ്പിച്ച് ഫസ്റ്റ് ആയത്. ഗൈസ് ഞാനിപ്പോൾ പറയായിരുന്നു എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് വേറെ ആരും വേണ്ട, എൻ്റെ ക്ലാസ്സിലത്തെ പിള്ളേർ തന്നെ ഉണ്ടെന്ന് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. നമ്മുടെ IEEE മെയിൻ ആള് ചെയർമാനാണ്. എങ്ങനെയാണ് നീ ഇത്ര നല്ല ഇതിലേക്കൊക്കെ എത്തിയത്? ഞാൻ ഉണ്ണിമായ വ്ളോഗ്സിലെ എങ്ങനെ കസേര തുടക്കാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിച്ചിട്ടാണ് ഞാൻ ചെയറായത്. ഇപ്പം എല്ലാവരും എന്ത് ചെയ്യണം? ഉണ്ണിമായ വ്ളോഗ്സ് ഫോളോ ചെയ്യാം. അങ്ങനെ നമ്മളെല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറി. അപ്പം ഞാൻ ബസ്സിലിരുന്ന് ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതാണ്. ഇനി ലാസ്റ്റല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്, ഇനി ഇരിക്കാൻ പറ്റില്ലല്ലോ കോളേജ് ബസ്സിൽ. അതിനുശേഷം ഞാൻ എത്തി. ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പപ്പേനെ വിളിക്കാറുണ്ട്, പപ്പ ഇറങ്ങിയെങ്കിൽ ആ സമയത്ത് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് നടക്കാൻ തോന്നി, അപ്പോൾ ഞാൻ അങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് കോളേജ് ലൈഫിൻ്റെ വ്ളോഗ്. എൻ്റെ ബിടെക് ലൈഫ് ഇന്ന് കംപ്ലീറ്റ് ആയി. ഇനിയും ഐ ആം നോ മോർ എ സ്റ്റുഡൻറ്റ്. എന്താ പറയുക, പെട്ടെന്ന് 4 വർഷം കഴിഞ്ഞു പോയ പോലെ തോന്നിയിട്ടോ. ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഞാൻ അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യണത് മൈ എൻജിനീയറിംഗ് ജേർണി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആണ്. ലൈക്ക് ഞാൻ എങ്ങനെയാണ് ഈ എൻജിനീയറിംഗിലേക്ക് എത്തിയത്, ഈ കോളേജ് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാത്ത ഒരു വീഡിയോ, ഒരു ചിറ്റ് ടൈപ്പ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും ലൈക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ആൻസർ ചെയ്ത് പോകാം. അപ്പോൾ ലൈക്ക് ഈ എന്താ പറയുക ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതനുസരിച്ചിട്ട് അതിനും കൂടിയുള്ള റിപ്ലൈ ചേർത്തിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.